കോമൺ പൊട്ടൻഷ്യൽ ഇൻ കോമ്പിനേഷൻ കപ്പാസിറ്റേഴ്സ്. അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. രണ്ട് കപ്പാസിറ്ററുകൾ അല്ലെങ്കിൽ രണ്ട് കണ്ടക്ടേഴ്സ് ചാർജ് ചെയ്തിട്ട് അത് ഒരു വയർ ഉപയോഗിച്ചുകൊണ്ട് കണക്ട് ചെയ്താൽ അതിനൊരു കോമൺ പൊട്ടൻഷ്യൽ ഉണ്ടാകും. ആ പൊട്ടൻഷ്യൽ എത്രയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ശരിക്കും അത് പറയുമ്പോൾ അതിൻ്റെ ഒരു അനലോഗി നമ്മൾ അറിയണം. എന്താണ് അനലോഗി എന്ന് ചോദിച്ചാൽ, ഇവിടെ ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്. വാട്ടർ ടാങ്ക് ഇവിടെ ഉണ്ട്. ഇവിടെ മറ്റൊരു ടാങ്കുണ്ട്. ഇത് കുറച്ച് വലിപ്പമുള്ളതാണ്. ഈ ടാങ്ക് കുറച്ച് വലിപ്പമുണ്ട്, ഇതത്ര വലിപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യത്തെ ടാങ്കിൽ ഇത്രയും ഹൈറ്റ് വരെ വെള്ളം നിറച്ചിട്ടുണ്ട്. സപ്പോസ് 5 ലിറ്റേഴ്സ് ഇത്രയും വാട്ടർ നിറച്ചിട്ടുണ്ട്. രണ്ടാമത്തേതിൽ 10 ലിറ്റേഴ്സ് നിറച്ചിട്ടുണ്ട്. പക്ഷേ ഇത് വലിപ്പം കാരണം ഇത്രയാണ് ഇതിൻ്റെ ഉയരം. 10 ലിറ്റേഴ്സ് നിറച്ചിട്ടുണ്ട്. ഇനി ചെയ്യുന്നത്, ഈ രണ്ട് ടാങ്കിനെയും ഒരു ചെറിയ ട്യൂബ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ കണക്ട് ചെയ്യുന്നു. ഇവിടെ ഒരു ട്യൂബ് ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ കണക്ട് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ ഒരു ട്യൂബ് ഉപയോഗിച്ചുകൊണ്ട് ശരിക്കും ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പറയേണ്ടത് ഏത് ടാങ്കിൽ നിന്ന് ഏത് ടാങ്കിലേക്ക് വാട്ടർ ഫ്ലോ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ക്ലിയർലി നമുക്കറിയാം ഈ ടാങ്കിൽ നിന്ന് ഈ ടാങ്കിലേക്ക് വാട്ടർ ഫ്ലോ ചെയ്യൂ. കാരണം ഇതിന് ഹൈറ്റ് കൂടുതലാണ്. സോ ദാറ്റ് ദി പ്രഷർ ഈസ് മോർ അറ്റ് ഹിയർ. ഇതിൽ പ്രഷർ കുറവാണ്, കാരണം ഹൈറ്റ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിന് ഹൈറ്റ് ഇത്രയുണ്ടല്ലേ. അപ്പോൾ ഇതിന് ഹൈറ്റിന് പകരം നമുക്കിവിടെ പൊട്ടൻഷ്യൽ ഇതിന് ഇത്രയുണ്ട്, ഗ്രേറ്ററാണ്. ഇത് V1 എന്ന് വിളിക്കാം. ഇതിൻ്റെ പൊട്ടൻഷ്യൽ ഇതാണ്. ദിസ് ഈസ് V2. സോ ഹിയർ ദി പൊട്ടൻഷ്യൽ ഈസ് ഗ്രേറ്റർ, ഹിയർ ദി പൊട്ടൻഷ്യൽ ഈസ് സ്മോളർ. ഇവിടെ പ്രഷർ കുറവാണ്, ഇവിടെ പ്രഷർ കൂടുതലാണ്. അതുകൊണ്ട് വാട്ടർ വിൽ ഫ്ലോ ഇൻ ദിസ് വേ. ശരിക്കും ഇവിടെ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഇറ്റ് ഈസ് നോട്ട് എ മാറ്റർ അല്ലേ. വാട്ടറിൻ്റെ ക്വാണ്ടിറ്റി ഇവിടെ ഒരു പ്രശ്നമല്ല. പക്ഷേ എന്താ ഇവിടെ കൂടുതലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്? വാട്ടറിൻ്റെ ആ ലെവലാണ്, ആ ഹൈറ്റാണ്. അതേപോലെയാണ് ഒരു കപ്പാസിറ്റർ ചാർജ് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇതൊരു കണ്ടക്ടറാണ്. അപ്പോൾ ഈ കണ്ടക്ടറിൽ 1 2 3 4 5 6 7 8 ചാർജസ് ഉണ്ട്, 8 പോസിറ്റീവ് ചാർജസ്. ആൻഡ് ദർ ഈസ് അനദർ കണ്ടക്ടർ വിച്ച് ഈസ് larger than this, and here there are 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 and 16. അപ്പോൾ ഇതിൻ്റെ ഇരട്ടി ചാർജ് ഇതിന് കൊടുത്തിരിക്കുകയാണ്. പക്ഷേ ദിസ് ഈസ് എ ലാർജ് കണ്ടക്ടർ, ദിസ് ഈസ് സ്മോളർ. ആൻഡ് ഇഫ് യു കണക്ട് എ വയർ ബിറ്റ്വീൻ ദീസ് ടു കണ്ടക്ടേഴ്സ്, അല്ല, ഈ രണ്ട് കണ്ടക്ടറിനിടയിൽ ഒരു വയർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും എവിടെ നിന്ന് എങ്ങോട്ടാണ് ചാർജ് ഫ്ലോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അനലോഗി ആലോചിക്കുക അല്ലേ. ഇതിന് ഏതിനാണ് പൊട്ടൻഷ്യൽ കൂടുതലുള്ളത്? പൊട്ടൻഷ്യൽ കൂടുതലുള്ള സ്ഥലത്ത് നിന്നായിരിക്കും കുറഞ്ഞ സ്ഥലത്തേക്ക് ഫ്ലോ ചെയ്യുന്നത്.
അതിൻ്റെ എമൗണ്ട്, ചാർജിൻ്റെ എമൗണ്ട് ഒരു മാറ്റർ അല്ല. കാരണം ഇവിടെ ഈ ഒരു കണ്ടക്ടറിൽ ചാർജസിനിടയിലുള്ള ഡിസ്റ്റൻസ് കുറവാണ് ദാൻ ദിസ്. കാരണം ഇത് കുറച്ച് വലിയ കണ്ടക്ടറാണ്. സി, ഇതിനിടയിൽ ഇത്രയും ഡിസ്റ്റൻസിലാണ് രണ്ട് ചാർജുകൾ നിൽക്കുന്നത്, കുറച്ച് വൈഡലി എപ്പാർട്ട്. അപ്പോൾ തന്നെ ഫോഴ്സ് നമുക്കറിയാം പ്രൊപ്പോർഷണൽ ടു, അല്ലേ, കൂളംസ് ഫോഴ്സ് പ്രൊപ്പോർഷണൽ ടു ചാർജ് ബൈ, അല്ലേ, Q1 Q2 ബൈ R² ആണ് റിലേഷൻ. സോ ഡിസ്റ്റൻസ് കുറയും തോറും, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കൂടും തോറും ഫോഴ്സ് കുറയും. അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് കൂടുതലാണ്, അപ്പോൾ ഫോഴ്സ് റെഡ്യൂസസ്, ഫോഴ്സ് ഡിക്രീസസ്. പക്ഷേ ഇവിടെ ആണെങ്കിൽ ഡിസ്റ്റൻസ് കുറവാണ്, അല്ലേ. ഡിസ്റ്റൻസ് കുറയും തോറും ഇവിടെ ഫോഴ്സ് ഇൻക്രീസ് ചെയ്യും. ഇവിടെ ഫോഴ്സ് കൂടുതലാണ്, ഇതിനിടയിലുള്ള ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ ശരിക്കും കുറവാണ്, ബിക്കോസ് ഡിസ്റ്റൻസ് ഈസ് ഗ്രേറ്റർ. അപ്പോൾ ഇവിടെ ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ കുറവാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പുറത്തുനിന്ന് ചാർജിനെ ഇവിടെ കൊണ്ടുവരുമ്പോൾ, മറ്റൊരു പോസിറ്റീവ് ചാർജിനെ ഇവിടെ കൊണ്ടുവരുമ്പോൾ ഉള്ള ആ റിപ്പൽഷൻ ശരിക്കും കുറവായിരിക്കും. അപ്പോൾ ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു ചാർജിനെ ഇവിടെ എത്തിക്കുമ്പോഴുള്ള ആ ഒരു വർക്കിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. പൊട്ടൻഷ്യൽ ഈസ് ദി വർക്ക് ഡൺ പെർ യൂണിറ്റ് പോസിറ്റീവ് ചാർജ്, അല്ലേ. അപ്പോൾ ശരിക്കും ഞാൻ പറഞ്ഞത് വെച്ച് ഇവിടെ ഫോഴ്സ് കുറവാണെങ്കിൽ ഇവിടെ എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള, ഇൻഫിനിറ്റിയിൽ നിന്ന് ഇവിടെ എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത് ശരിക്കും കുറവായിരിക്കും. കാരണം ഇവിടെ നിന്ന് റിപ്പൽഷൻ ഒരുപാട് ഉണ്ടാവത്തില്ല, റിപ്പൽസീവ് ഫോഴ്സ് ഒരുപാട് ഉണ്ടാവത്തില്ല. അപ്പോൾ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, അല്ലേ. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ ഫോഴ്സ് കുറവാണെങ്കിൽ വർക്ക് കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ വർക്ക് കുറവാണെങ്കിൽ പൊട്ടൻഷ്യൽ, ഇവിടെ ഇതിൻ്റെ പൊട്ടൻഷ്യൽ കുറവായിരിക്കും. അപ്പോൾ ഇതിൻ്റെ പൊട്ടൻഷ്യൽ V2 എന്ന് വിളിക്കാം. പക്ഷേ ഇവിടുത്തെ കാര്യമാണെങ്കിലോ, ഇവിടെ ഇതിനിടയിലുള്ള ഡിസ്റ്റൻസ് കുറവാണ്, അതുകൊണ്ട് ഫോഴ്സ് കൂടുതലാണ്. ഫോഴ്സ് കൂടുതലാണെങ്കിൽ മറ്റൊരു ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് ഇതിലേക്ക് കൊണ്ടുവരുമ്പോൾ ശരിക്കും ഒരുപാട് ഇതിൻ്റെ റിപ്പൽഷനിൽ നിന്ന് അതിജീവിക്കാനായിട്ട് ഒരുപാട് വർക്ക് ചെയ്യേണ്ടി വരും. ഇത് റിപ്പൽ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ മറ്റേതിന് ഇതിനകത്തേക്ക് കയറണം. അപ്പോൾ ഒരുപാട് വർക്ക് ചെയ്താൽ മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വർക്ക് ഒരുപാട് വന്നു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ കൂടുതലായിരിക്കും ഇവിടെ. സോ ഹിയർ ദി പൊട്ടൻഷ്യൽ ഈസ് ഗ്രേറ്റർ. V1, ദി പൊട്ടൻഷ്യൽ ഓഫ് V1 ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് V2. സോ ഇതിന് ഇപ്പോൾ 100 വോൾട്ട് ആയിരിക്കാം, ഇതിന് 25 വോൾട്ട് ആയിരിക്കാം. സോ ചാർജസ് വിൽ മൂവ് ഫ്രം ദിസ് കണ്ടക്ടർ ടു ദിസ് കണ്ടക്ടർ. ചാർജ് ഇങ്ങോട്ടായിരിക്കും ഒഴുകുന്നത്. ഓക്കെ, ചാർജിൻ്റെ ക്വാണ്ടിറ്റി ഈസ് നോട്ട് എ മാറ്റർ. ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് പ്രശ്നമേ അല്ല. ഈ വാട്ടറിൻ്റെ കേസ് പറഞ്ഞാൽ ചാർജസിൻ്റെ ക്വാണ്ടിറ്റി പ്രശ്നമല്ല. പക്ഷേ എന്താണ് പ്രശ്നം? പൊട്ടൻഷ്യലാണ് പ്രശ്നം. പൊട്ടൻഷ്യൽ കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്കായിരിക്കും എപ്പോഴും ചാർജസ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ചാർജ് വിൽ ഫ്ലോ ലൈക്ക് ദിസ്. ഈ ഡയറക്ഷനിലായിരിക്കും ചാർജ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ അത് യു ഷുഡ് റിമെമ്പർ എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. ചാർജസ് വിൽ ഫ്ലോ ഫ്രം ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ. ഓക്കെ, അപ്പോൾ ഇതേപോലെ രണ്ട് കണ്ടക്ടറിനെ നമുക്ക് എടുക്കാം. രണ്ട് കണ്ടക്ടറിന് ദീസ് ആർ ടു കണ്ടക്ടേഴ്സ് and they are connected by a wire, and this is having potential V1, this is having potential V2, and the capacitances are C1, C2, and the charges will flow from first conductor to second conductor. Okay, and these are charged. ഈ രണ്ട് കണ്ടക്ടറും ചാർജഡ് ആണ്. The charge flow will stop until a common potential is obtained. ശരിയല്ലേ? ഇവിടെ ഞാൻ പറഞ്ഞു ചാർജസ് ഇങ്ങനെ ഒഴുകുന്ന ആ ഫ്ലോ നിലയ്ക്കുന്നത് എപ്പോഴും ഇതിനും ഒരേ പൊട്ടൻഷ്യലാകുമ്പോഴാണ്. പിന്നെ ഒരു റിപ്പൽഷനും ഒന്നുമില്ല. ഇതിന് രണ്ടിനും സെയിം പൊട്ടൻഷ്യലാകുമ്പോൾ ചാർജസിൻ്റെ ഫ്ലോ നിലയ്ക്കുന്നതാണ്. ഈ വാട്ടറിൻ്റെ കേസിൽ അതിനൊക്കെ സെയിം ലെവൽ അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് രണ്ടിനും സെയിം ലെവൽ വരുമ്പോൾ വാട്ടർ ഫ്ലോ നിലയ്ക്കും. ഓക്കെ, ആ ഒരു കൺസെപ്റ്റൊക്കെയാണ് നമ്മൾ സാധാരണ പ്ലംബിങ്ങിലൊക്കെ വീട്ടിലൊക്കെ ചെയ്യുന്ന. അങ്ങനെയാണ്, ഒരേ ലെവൽ എത്തുമ്പോഴത്തേക്ക് വാട്ടർ ഫ്ലോ ഒന്നുമില്ല. അതുകൊണ്ട് ലെവൽ മാറ്റി വേണം പ്ലംബിങ് ചെയ്യാനായിട്ട്, എന്നാലേ വാട്ടർ ഫ്ലോ നടക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ശരിക്കും ഈ രണ്ടെണ്ണം രണ്ട് കണ്ടക്ടർ അല്ലെങ്കിൽ ഈ രണ്ട് കപ്പാസിറ്റർ ചാർജ് സ്റ്റോറിങ് ആയതുകൊണ്ട് കപ്പാസിറ്റർ എന്ന് തന്നെ പറയാം. അപ്പോൾ ഇത് ഒരു വയർ ഉപയോഗിച്ച് കണക്ട് ചെയ്യുമ്പോൾ ചാർജസ് വിൽ ഫ്ലോ ഫ്രം ദിസ് ടു ദിസ്, അല്ലേ. ഇതിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നു,
ഏതുവരെ ഇത് പോകും, ഏതുവരെ ഇതിൻ്റെ ഒഴുക്കുണ്ടാകും? അൺടിൽ എ കോമൺ പൊട്ടൻഷ്യൽ ഈസ് റീച്ച്ഡ്. ഓക്കെ, വി ഹാവ് ടു കാൽക്കുലേറ്റ് ദാറ്റ് കോമൺ പൊട്ടൻഷ്യൽ. ആ കോമൺ പൊട്ടൻഷ്യൽ നമുക്കറിയാം, Q ഈസിക്കൽ ടു സി വി, ഈ റിലേഷൻ നമുക്കറിയാം. വാട്ട് അബൌട്ട് വി? വി ഈസിക്കൽ ടു ക്യൂ ബൈ സി. ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് അല്ലേ, ടോട്ടൽ ചാർജ് ഡിവൈഡ് ബൈ കപ്പാസിറ്റൻസ് അല്ലേ, ഇതിൻ്റെ കപ്പാസിറ്റൻസ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് ദ ടോട്ടൽ ചാർജ്? ഇതിൻ്റെ ചാർജ് പ്ലസ് ഇതിൻ്റെ ചാർജ്, Q1 പ്ലസ് Q2. വാട്ട് ഈസ് ദ ടോട്ടൽ കപ്പാസിറ്റൻസ്? ഇതിൻ്റെ കപ്പാസിറ്റൻസ് പ്ലസ് ഇതിൻ്റെ കപ്പാസിറ്റൻസ്. കപ്പാസിറ്റൻസ് മീൻസ് it is the capacity to store charge. So that you have to take the total capacity. So C1 plus C2 is the total capacity. And what about the Q1? Q1 is equal to Q is equal to CV. So Q1 is equal to C1 into V1 plus C2 into V2 divided by C1 plus C2. So what is V? Common potential. So common potential is C1 V1 plus C2 V2 divided by C1 plus C2. This is a common potential when two capacitors or two conductors are connected together. Okay, ഇത് പ്രോബ്ലത്തിനൊക്കെ നമുക്ക് ചോദിക്കാം കേട്ടോ. So see you.